ഏതായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം നമ്മുടെ മുൻപിലുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലുമൊക്കെ ഈ അധ്യക്ഷ സ്ഥാനത്തെ ചൊല്ലി UDF-ൽ വലിയ പ്രതിസന്ധികൾ രൂപപ്പെട്ടു വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തുകൊണ്ട് UDF-നെ കുറിച്ച് പറയുന്നു എന്നൊരു ചോദ്യം ഉണ്ടാകുമല്ലോ. കാരണം ഇപ്പോൾ കോർപ്പറേഷനുകളിലൊക്കെ കൂടുതലും UDF-നാണല്ലോ മേൽക്കൈ ഉള്ളത്, അല്ലെങ്കിൽ അവർക്കാണല്ലോ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അത്തരം തദ്ദേശ സ്ഥാപനങ്ങളിലെ തർക്കം വലിയ വാർത്തയാവുകയും ചെയ്യും. നമ്മൾ നേരെ കൊച്ചിയിലേക്ക് പോവുകയാണ്. കൊച്ചിയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. കൊച്ചി കോർപ്പറേഷനിൽ മേയർ സ്ഥാനത്തിനുള്ള ഗ്രൂപ്പ് വടംവലിക്ക് പിന്നാലെ സാമുദായിക സമ്മർദ്ദവും കോൺഗ്രസിന് തലവേദന. VK മിനിമോൾ, ഷൈനി മാത്യു എന്നിവരിൽ ഒരാളെ മേയറാക്കണമെന്നാണ് ലത്തീൻ സഭയുടെ താല്പര്യം. ഇക്കാര്യം കോൺഗ്രസ് നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. അതേസമയം ഡെപ്യൂട്ടി മേയർ പദവിക്കായി മുസ്ലിം ലീഗും അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. നോക്കാം എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. ഉമേഷ് കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ഉമേഷ്, ഗുഡ് മോർണിംഗ്. ഏതായാലും തദ്ദേശ ഫലം വന്ന ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കസേരകളി UDF-ൽ കോൺഗ്രസിൽ തുടങ്ങിയിരിക്കുകയാണ്. കൊച്ചി മേയർ സ്ഥാനത്തെ ചൊല്ലി എന്തൊക്കെ നീക്കങ്ങളാണ് അവർക്കുള്ളിൽ നടക്കുന്നത്? മനു, ഗുഡ് മോർണിംഗ്. ഈ പ്രശ്നം അത് കോൺഗ്രസിൻ്റെ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. പണ്ട് കാലം തൊട്ടേ ഇത്തരത്തിൽ ഈ അധികാരം ലഭിക്കുന്ന വേളയിൽ ഇത്തരത്തിൽ മേയറാവാനും ഡെപ്യൂട്ടി മേയറാവാനും ഒക്കെ ഗ്രൂപ്പും വടംവലി സ്വാഭാവികമാണ്. ഇത്തവണയും അതുണ്ടായി എന്ന് മാത്രമല്ല, അതിനുപരി സമുദായ സമ്മർദ്ദം കൂടി ഇപ്പോൾ കോൺഗ്രസിനൊരു തലവേദനയാകുന്ന സാഹചര്യത്തിലേക്ക് പോയിരിക്കുകയാണ് കാര്യങ്ങൾ. കൊച്ചിയിൽ വലിയ ഭൂരിപക്ഷത്തിൽ തന്നെയാണ് UDF-ന് വലിയ ഭൂരിപക്ഷം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ മേയറാവാൻ 2-3 ആളുകളുടെ പേരുകളൊക്കെ ഇപ്പോൾ തന്നെ സജീവമായി ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ദീപ്തി മേരി വർഗീസിനാണ് പ്രഥമ പരിഗണന എന്നാണ് പൊതുവെ കരുതിയിരുന്നെങ്കിലും സമുദായ സമ്മർദ്ദം ശക്തമായതോടെ മറ്റ് 2 പേരുകൾ കൂടി സജീവ പരിഗണനയിലേക്ക് വരികയാണ്. അതൊന്ന് VK മിനിമോളുടെയും ഷൈനി മാത്യുവിൻ്റെയുമാണ്. ഈ 2 പേരും ലത്തീൻ സമുദായാംഗമാണ്. ഇതിൽ ഒരാളെയെങ്കിലും മേയറാക്കണം എന്നുള്ളതാണ് സമുദായ ഭാഗത്ത് നിന്ന് ഉയർന്നു വരുന്ന സമ്മർദ്ദം. അത് കോൺഗ്രസ് നേതൃത്വത്തെ അക്കാര്യം അറിയിച്ചിട്ടുമുണ്ട്. അതേസമയം ദീപ്തി മേരി വർഗീസ് ആകട്ടെ KC വേണുഗോപാലിൻ്റെ നോമിനിയായാണ് പൊതുവെ അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ KC വേണുഗോപാൽ നിർദ്ദേശിക്കുന്ന ആളായിരിക്കുമോ കൊച്ചി മേയർ, അതല്ല ഈ സമുദായ സമ്മർദ്ദത്തിന് വഴങ്ങി ഈ 2 പേരിൽ ഒരാളെ മേയറാക്കുമോ എന്നുള്ളതാണ് പ്രധാനം. ഒപ്പം പ്രതിപക്ഷ നേതാവ് VD സതീശിൻ്റെ അടക്കം പിന്തുണ VK മിനിമോൾ ഉൾപ്പെടെയുള്ളവർക്കുണ്ട്. അതുകൊണ്ട് ആരായിരിക്കും ഇനി മേയർ സ്ഥാനത്തേക്ക് വരിക എന്നുള്ളത് വലിയ പ്രശ്നമാണ്. ഇതിലൊരാളെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ മറുവിഭാഗത്തിന് ശക്തമായ പ്രതിഷേധവും എതിർപ്പും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ അനുനയ നീക്കങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ ആരംഭിച്ചിരിക്കുകയാണ്. ഇതിലൊരു സമവായം കണ്ടെത്താനുള്ള നീക്കം DCCയുടെ നേതൃത്വത്തിലൊക്കെ നടക്കുന്നുണ്ട്. അത് സമവായത്തിലെത്താൻ കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാന പ്രശ്നം. എന്നാൽ അതേസമയം തന്നെ ഈ മേയറെ ചൊല്ലിയുള്ള ഈ പ്രശ്നം നടക്കുമ്പോൾ തന്നെ ഡെപ്യൂട്ടി മേയർ പദവിയും UDF-ന് വലിയ തലവേദനയായി മാറുകയാണ്. ഡെപ്യൂട്ടി മേയർ പദവിക്ക് ഇപ്പോൾ തന്നെ മുസ്ലിം ലീഗ് അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. 47 സീറ്റിൽ UDF വിജയിച്ചിട്ടുണ്ട്. അതിൽ 3 സീറ്റാണ് മുസ്ലിം ലീഗ് നേടിയത്. 6 ഡിവിഷനുകളിൽ അവർ മത്സരിച്ചെങ്കിലും 3 സീറ്റിൽ മാത്രമാണ് വിജയിച്ചത്. പക്ഷേ അത്തരം കണക്കുകൾ നോക്കാതെ ഈ മുന്നണിയിലെ ഒരു പ്രബല കക്ഷി എന്നുള്ള നിലയിൽ മുസ്ലിം ലീഗിന് ആ പരിഗണന നൽകുകയും അതിൻ്റെ ഭാഗമായി ഡെപ്യൂട്ടി മേയർ പദവി തങ്ങൾക്ക് നൽകുകയും വേണം എന്നുള്ളതാണ് മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്നത്. അതിന് കാരണമായി അവർ പറയുന്നത്, ഇതിനു മുൻപ് കോർപ്പറേഷൻ ഭരിച്ചത് LDF ആണ്. ആ ഘട്ടത്തിൽ CPM-ൻ്റെ പ്രതിനിധിയായിരുന്നു മേയറായി വന്നതെങ്കിൽ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് പരിഗണിച്ചത് CPI പ്രതിനിധിയായിരുന്നു. അത്തരത്തിലുള്ള മുന്നണി മര്യാദകൾ അവർ പാലിച്ചിട്ടുണ്ട്. അതുകൊണ്ട് UDF-ലും അതേ മുന്നണി മര്യാദകൾ പാലിക്കാൻ UDF-ഉം ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് മേയറായി കോൺഗ്രസ് പ്രതിനിധിയെ തിരഞ്ഞെടുക്കുമ്പോൾ ഡെപ്യൂട്ടി മേയറായി മുസ്ലിം ലീഗ് പ്രതിനിധിയെ തിരഞ്ഞെടുക്കണം, അല്ലെങ്കിൽ തങ്ങൾക്ക് നൽകണം എന്നുള്ളതാണ് മുസ്ലിം ലീഗിൻ്റെ ആവശ്യം. പണ്ട് കാലത്ത് അത് അങ്ങനെ ഒരു കീഴ്വഴക്കം ഉണ്ടായിരുന്നു എന്ന് മുസ്ലിം ലീഗ് ഓർമ്മിപ്പിക്കുന്നു. പക്ഷേ കോൺഗ്രസ് അതിനെ എതിർക്കുകയാണ്. കാരണം കോൺഗ്രസ് പറയുന്നത് കഴിഞ്ഞ 2 തവണയായി 2010-ലും 2015-ലുമൊക്കെ UDF അധികാരത്തിൽ വന്നപ്പോഴൊന്നും ഡെപ്യൂട്ടി മേയർ പദവിയിൽ ഇരുന്നത് മുസ്ലിം ലീഗ് ആയിരുന്നില്ല, അത് കോൺഗ്രസ് തന്നെയായിരുന്നു എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നത്. ഏതായാലും അത്തരം തർക്കങ്ങളും ഇപ്പോൾ സജീവമാണ്. അധികാരം കിട്ടിയെങ്കിലും ഡെപ്യൂട്ടി മേയർ പദവിയിലേക്ക് ആരെ എത്തിക്കും എന്നുള്ളത് സംബന്ധിച്ച വലിയ തർക്കങ്ങൾ. അല്ല, അതിലൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഉമേഷ്, നാട്ടുകാരൊന്നും മനസ്സിലാക്കട്ടെ. അധികാരം കിട്ടിയാലുള്ള കോൺഗ്രസിന്റെ UDF-ന്റെ അവസ്ഥ എന്താണെന്ന്. അവിടെ സാമുദായിക സംഘടനകളാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നും പരസ്പരം നേതാക്കളുടെ ഗ്രൂപ്പുകൾ
നോക്കിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നും പൊതുസമൂഹം മനസ്സിലാക്കട്ടെ എന്നേ. ഇപ്പോൾ ഒന്ന് ഓർത്ത് നോക്കൂ, അവർക്ക് ഭൂരിപക്ഷം കിട്ടുന്നു അവിടെ. പക്ഷേ എന്നിട്ട് പോലും ഒരു മേയറുടെ പേരിലേക്ക്, ഒരൊറ്റ പേരിലേക്ക് എത്താൻ അവർക്ക് കഴിയുന്നില്ല. പല പേരുകൾ പല ഭാഗങ്ങളിൽ നിന്ന് വരുന്നു, പല സമുദായങ്ങൾ പലർക്ക് വേണ്ടി പിടിമുറുക്കുന്നു. ഇതൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെ മനു, അതൊരു വലിയ പ്രശ്നമാണ്. ദീപ്തി മേരി വർഗീസിനെ സംബന്ധിച്ച് പാർട്ടിയിൽ എറണാകുളത്ത് സീനിയോറിറ്റി ദീപ്തി മേരിക്കുണ്ട്. പാർട്ടിയിലെ സീനിയോറിറ്റി പരിഗണിച്ചാൽ KPCC ജനറൽ സെക്രട്ടറി ആയ ദീപ്തി മേരി വർഗീസ് തന്നെയായിരിക്കും പൊതുവെ മേയറാകുക എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അതിനിടയിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം, അതായത് സമുദായ സമ്മർദ്ദം കൂടി വന്നതോടെ ആകെ വെട്ടിലായിരിക്കുകയാണ് കോൺഗ്രസ് എന്നുള്ളതാണ്. എന്ത് തീരുമാനമെടുക്കും എന്നുള്ള കാര്യത്തിൽ വലിയ ആശയക്കുഴപ്പം ജില്ലാ നേതൃത്വത്തിലുണ്ട്. അത് VD സതീശനടക്കമുള്ളവർ, VD പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു ജില്ല കൂടിയാണ് അതുകൊണ്ട് അദ്ദേഹം കൂടി ഇടപെട്ട് ഇക്കാര്യത്തിലൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളതാണ് നോക്കുന്നത്. പക്ഷേ VD സതീശനടക്കമുള്ളവർക്ക്, ആ വിഭാഗത്തിന് താല്പര്യം VK മിനിമോളെ മേയറാക്കണം എന്നുള്ളതാണ്. ദീപ്തി മേരി വർഗീസിനല്ല പ്രതിപക്ഷ നേതാവിൻ്റെ പിന്തുണ എന്നാണ് മനസ്സിലാക്കുന്നത്. ദീപ്തി മേരി വർഗീസിന് KC വേണുഗോപാലിൻ്റെ പിന്തുണയാണുള്ളത്. അതോ ഈ സാഹചര്യത്തിൽ KC വേണുഗോപാലിൻ്റെ തീരുമാനമാണോ നടപ്പാവുക, അതോ സമുദായ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി അത്തരം ഷൈനി മാത്യുവോ VK മിനിമോളോ ആണോ മേയറാവുക എന്നുള്ളത് തന്നെയാണ് പ്രധാന പ്രശ്നമായി വരുന്നത്. ഏതായാലും അത് വരും ദിവസങ്ങളിൽ അക്കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാകും എന്നാണ് കരുതുന്നത്. ഏതാണ്ട് ഒരാഴ്ച മാത്രമേ ഉള്ളൂ, 25-26 തീയതികളിലൊക്കെയായി ഈ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പുകളിലേക്കൊക്കെ പോകേണ്ടതുണ്ട്. അതിനുമുമ്പ് ഇക്കാര്യത്തിലൊരു സമവായത്തിലേക്ക് എത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ് കോൺഗ്രസ്. ഒപ്പം ഡെപ്യൂട്ടി മേയർ പദവിക്കായി അവകാശവാദം ഉന്നയിച്ച മുസ്ലിം ലീഗിനെ എങ്ങനെ അനുനയിപ്പിക്കണം എന്നുള്ളതാണ് മറ്റൊരു ചർച്ച. ഒരുപക്ഷെ സ്ഥിരം സമിതികളുടെ ഏതെങ്കിലും അധ്യക്ഷ സ്ഥാനമൊക്കെ നൽകി അവരുടെ അവകാശവാദം ആ തരത്തിൽ അവരുടെ തർക്കം തണുപ്പിക്കാം എന്ന ഒരു തോന്നൽ UDF-നുണ്ട്. അതിന് മുസ്ലിം ലീഗ് വഴങ്ങുമോ എന്നുള്ളതും ഒരു ചോദ്യമായി അവശേഷിക്കുകയാണ്. മനു, ശരി, ഓക്കെ, താങ്ക് യു ഉമേഷ്. ഉമേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഏതായാലും കസേരകളി നടക്കുകയാണ് കോൺഗ്രസിൽ. UDF-ൽ കൊച്ചിയിൽ മേയർ സ്ഥാനത്തെ ചൊല്ലി വിവരങ്ങളാണ് ഉമേഷ് നമുക്ക് നൽകിയത്.